വീണ്ടും ശിവൻകുട്ടിയാണ്. അതൊക്കെ വികസനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും അറിയില്ല. കള്ളവോട്ടിന്റെ മാത്രം ബലത്തിൽ MP ആയ ആളാണ്. അയ്യോ തെറ്റിദ്ധരിക്കല്ലേ. സെൽഫ് ഗോൾ അല്ല ശിവൻകുട്ടി സഖാവ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞതല്ല, മറിച്ച് സുരേഷ് ഗോപിനെ വിമർശിക്കണതാ. ഇത് ഈ ചാനലിൽ വന്നിട്ട് ഏകദേശം 2 ദിവസം കഴിഞ്ഞു. ആകെപ്പാടെ കണ്ടിരിക്കുന്നത് 1200 പേരാണ്. 4 ലൈക്കും ഉണ്ട്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപിക്ക് പിന്തുണയൊന്നും ഇല്ലെന്നാ. ഇദ്ദേഹത്തിന് പിന്തുണ ഉള്ളത് കൊണ്ടാണല്ലോ 4 ലൈക്ക് വന്നത്. ഈ സ്ഥാനത്ത് ഇത് സുരേഷ് ഗോപിയുടെ ബൈറ്റ് ആണെങ്കിൽ ഈ വീഡിയോന്റെ റീച്ച് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമുക്ക് ശിവൻകുട്ടി സഖാവിന്റെ വികസനത്തെ ഒന്ന് വിലയിരുത്താം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരുന്ന വരുമാന മാർഗമായി അതിനെയാണ് നമ്മൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കിട്ടുന്നത്. അത് കുറെ നാളുകളായിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ റിപ്പോർട്ട് അടിച്ചതിന്റെ ബേസിൽ നമ്മുടെ വീഡിയോന്റെ റീച്ചും പോയി മോണിറ്റൈസേഷനും പോയി നമുക്ക് മുന്നോട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായപ്പോഴാണ് പ്രേക്ഷകരോട് ഞാൻ ഹെൽപ്പ് ചോദിക്കുന്നത്. കുറച്ച് നാളുകൾക്കുള്ളിൽ ഇത് സോർട്ട് ചെയ്ത് മുന്നിലേക്ക് വരാൻ പഴയ പോലെ തന്നെ വരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുവരെ മാത്രം നിങ്ങളുടെ സാമ്പത്തിക പിന്തുണ അയച്ച് നമ്മളെ സഹായിക്കുക. ഇനി അതിന് പറ്റാത്തവര് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് റീച്ച് കൂടി കിട്ടിയാൽ തന്നെ നമ്മുടെ ഈ പ്രശ്നം ഒന്ന് സോൾവ് ആയി കിട്ടും. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോ ശിവൻകുട്ടി സഖാവ് പറഞ്ഞ കാര്യം മറന്നില്ലേ? അതൊക്കെ വികസനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും അറിയില്ല. കള്ളവോട്ടിന്റെ മാത്രം ബലത്തിൽ MP ആയ ആളാണ്. അതാണ് വികസന കാര്യങ്ങളെ പറ്റി ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങളോട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് പറയാം. എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ചെയ്തു നോക്കാൻ പറ്റുന്ന സംഗതി. നിങ്ങൾ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ പോയിട്ട് സുരേഷ് ഗോപി എന്നൊന്ന് അടിച്ചു നോക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പേജ് വരും. ആ പേജ് ഒന്ന് തുറന്നു നോക്കുക. തുറന്നിട്ട് ഞാൻ പറയുന്ന ഒരു 10 ദിവസത്തെ പോസ്റ്റുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്തൊക്കെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ വേറെ 19 MP ഇവിടെ ഉണ്ടല്ലോ, അവരൊന്നും പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ തപ്പിപ്പോവും. പലരുടെയും പേരൊന്നും ആർക്കും അറിയില്ല. ഏതെങ്കിലും ഒരു MP പേജും ഇതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നോക്കുക. 10 ദിവസത്തെ പോസ്റ്റുകൾ എടുക്കുക. എന്തിനെ കുറിച്ചുള്ള പോസ്റ്റുകളായിരിക്കും എന്നതൊന്ന് നോക്കാം. വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമുക്കൊന്ന് സുരേഷ് ഗോപിയുടെ പേജ് എടുത്ത് ആദ്യത്തെ 1-2 പോസ്റ്റ് നോക്കിയാലോ. വൈകുന്നേരങ്ങളിൽ കലുങ്കുകളിലും ചായക്കടയിലും പുഴയോരത്തും നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്ന സാധാരണ ജനങ്ങളുമായി ഒരു സംവാദം. കഴിഞ്ഞ ദിവസം സുരേഷ് ഏട്ടൻ നടത്തിയ കലുങ്കിലിരുന്നിട്ടുള്ള സംവാദത്തിന്റെ അപ്ഡേറ്റ്. അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ റേഷൻ കടയിൽ വിലക്ക് നേരിട്ട മറിയക്കുട്ടി ചേട്ടത്തിക്ക് വേണ്ട സാധനങ്ങൾ സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ കമ്മിറ്റി എത്തിച്ചു കൊടുത്തിരിക്കുന്നു. അതിന്റെ അപ്ഡേറ്റ്. അതിനു മുമ്പുള്ളത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയം 15 ലക്ഷം രൂപ അനുവദിച്ചു. ഇതിന്റെ അപ്ഡേറ്റ്. ഇതെങ്ങനെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ റെയിൽവേ സ്റ്റേഷനുകൾ വരുന്നത്, ഓരോ ട്രെയിൻ അനുവദിക്കുന്നത്, ഓരോ പാലം മുതൽ ഓരോ റോഡ് മുതൽ എന്തൊക്കെയാണോ അദ്ദേഹം ഡേ ബൈ ഡേ ചെയ്യുന്നത് അതിന്റെ അപ്ഡേറ്റുകളാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു MP എന്ത് ചെയ്തു, ഒരു കേന്ദ്രമന്ത്രി എന്ത് ചെയ്തു എന്നും ചോദിച്ചുകൊണ്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരാൾക്കും സുരേഷ് ഗോപിന്റെ അടുത്ത് കണക്ക് ചോദിച്ചുകൊണ്ട് ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇതൊക്കെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തു വരുന്നുണ്ട്. ഇനി മറ്റ് MP പേജുകൾ നോക്കിയാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഓരോരോ ആശംസകൾ, ഓരോരുത്തരുടെ അടിയന്തരത്തിനും അവരിവരെയും പോയി കണ്ടതും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും ഇവരുടെ തന്നെ ഫോട്ടോ വെച്ചിട്ടുള്ള കുറെ ആശംസകളും. ഇതല്ലാതെ ഇവരൊക്കെ ചെയ്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങളോട് ഒരു കണക്ക് പുസ്തകം പറയാൻ ഈ പറയുന്ന യാതൊരു MP ഇല്ല എന്നിരിക്കെ ശിവൻകുട്ടി സഖാവ് പറയാണ് വികസനം എന്ന് പറയുന്നത് അറിയാത്തൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന്. രണ്ടാമതൊരു കാര്യം പറയുന്നത് കള്ളവോട്ടിൽ നിന്നും അങ്ങ് ജയിച്ചു കയറിയതല്ലേ എന്നാ പറയുന്നത്. ശിവൻകുട്ടി സഖാവേ, താങ്കൾ നിയമത്ത് ജയിച്ചു കയറുമ്പോ താങ്കളുടെ ഭൂരിപക്ഷം എത്രയായിരുന്നു? ഭൂരിപക്ഷം ചോദിക്കുമ്പോൾ ഒരു കാര്യം ചേർത്ത് ചോദിക്കണം. അതായത് പോസ്റ്റൽ വോട്ട് പൊട്ടിക്കും മുമ്പ് താങ്കൾക്ക് എത്ര വോട്ട് ഉണ്ടായിരുന്നു? പോസ്റ്റൽ വോട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് എങ്ങനെയാണ് സുരേഷ് ഗോപിയെ പിന്തള്ളി താങ്കൾ മുന്നിലേക്ക് വന്നത്? ആ പോസ്റ്റൽ വോട്ടിൽ മാത്രം കൺസീൽഡ് ടെൻഡർ എന്ന് പറയുന്നത് പോലെ എന്താണ് താങ്കൾ ഒളിപ്പിച്ച് വെച്ചിരുന്നത്? ഇപ്പോഴും പിടികിട്ടാത്ത ഒരു ചോദ്യമാണത്. ആ താങ്കളാണോ കള്ളവോട്ടിൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നത്? 60,000 കള്ളവോട്ട് BJP-ക്കാർ നടന്ന് തൃശ്ശൂര് ചേർക്കുമ്പോൾ നിങ്ങൾ എന്തെടുക്കായിരുന്നു? കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ നിങ്ങൾ പഴം പൊഴിഞ്ഞിരിക്കുമായിരുന്നു. പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. അത്രയും ഉളുപ്പില്ലാത്ത ഒരു പരിപാടിയായി പോകും. കാരണം കേരളം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ കക്ഷത്തിൽ വെച്ചിരിക്കുന്ന ഇടതും വലതും അറിഞ്ഞില്ലത്രേ ഇന്നലെ ഉണ്ടായ BJP 60,000 വോട്ടുകൾ അനധികൃതമായി ചേർത്തത്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? അയാളെ ജനപ്രതിനിധി എന്നുള്ള നിലയിലോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലോ ഒരു റോഡ് പോലും ടാർ ചെയ്ത് അതിന് മേൽനോട്ടം വഹിച്ചുള്ള പരിചയമില്ല. അത് ശരിയാ. റോഡ് ടാർ ചെയ്യാനായിട്ട് സുരേഷ് ഏട്ടൻ പോയി ഒരിടത്തും നിന്നിട്ടില്ല, മേൽനോട്ടം വഹിച്ചിട്ടുമില്ല. ഇത്രയും നാളും ഇപ്പൊ രാജ്യസഭ MP ആയപ്പോഴും ഇപ്പൊ എന്താ പറയാ ലോക്സഭ MP ആയപ്പോഴും കേന്ദ്രമന്ത്രി എന്ന പദവി വഹിക്കുമ്പോഴും റോഡിൽ പോയി നിന്ന് ഇത് മേൽനോട്ടം ചെയ്യാന്നുള്ളതല്ലല്ലോ ആ ജോലി. ഈ പറയുന്ന താങ്കൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയാം രാജ്യസഭ MP ആയിരുന്ന സമയം മുതൽ
എത്രയെത്ര ഫണ്ട് റോഡിന് വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം നൽകിയിട്ടുണ്ടെന്ന് അറിയാമോ? കാരണം അദ്ദേഹം ജയിച്ച MP ഇലക്ഷന് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോ ഇപ്പോഴും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഒരു ചേച്ചി പറഞ്ഞതാണ്, അവര് ഒരു തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു വാർഡ് മെമ്പറാണ്. അവരുടെ വാർഡില് റോഡ് വന്നത് രാജ്യസഭ MP ഫണ്ടിൽ നിന്നാണ്. 12 ലക്ഷം രൂപ അനുവദിച്ച് നൽകി. അതിന്റെ പേരിലാണ് ഇപ്പോൾ ടാറിട്ട റോഡ് അവിടെ വന്നിരിക്കുന്നത്. ആ വാർഡിലെ എല്ലാവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് അതിന്റെ നന്ദി കൊണ്ടാണ് എന്ന് അവർ പറഞ്ഞ ബൈറ്റ് നമ്മുടെ ചാനലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. എനിക്ക് അതിനകത്ത് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണും. അങ്ങനെ ഒരു വ്യക്തി, ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, പോയി നിന്ന് ടാറിട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം അനുവദിച്ചു കൊടുത്ത പലയിടത്ത് റോഡ് വന്നിട്ടുണ്ട്, പലർക്കും വീട് വന്നിട്ടുണ്ട്, പലർക്കും ജീവിതം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഓരോ കാര്യത്തിന് ആളുകൾ ഓടി ചെല്ലുന്നത് ആ മുറ്റത്തേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നിവേദനം സ്വീകരിക്കാതെ വിട്ടതിന്റെ പേരിൽ വരെ ഇത്രയും നാളും വീട് ലഭിക്കാതിരുന്ന ഒരു മനുഷ്യന് വീട് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ വ്യക്തിയുടെ തിരസ്കരണത്തിന് പോലും ഒരു പവർ ഉണ്ട്. അതുപോലും കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? ഇത്രയും വർഷം നിങ്ങൾ രാഷ്ട്രീയക്കാരാന്നും പറഞ്ഞ് ഇവിടെ നടന്നിട്ട് ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടായി നിങ്ങളുടെ പാർട്ടിക്കാർക്കല്ലാതെ? ലൈഫ് മിഷൻ വഴി വീടിന് വേണ്ടി അപേക്ഷിച്ച് ആ മനുഷ്യൻ ഇന്നും ഇന്നലെ ആയിരിക്കും കയറി നടക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി വന്നപ്പോ അല്ലെങ്കിൽ ഒരു MP വന്നപ്പോ അവിടെ പോയി നിവേദനം കൊടുക്കേണ്ട ഗതികേട് വന്നത്? എവിടെയായിരുന്നു? 50 വർഷമായിട്ട് നിങ്ങളുടെ പാർട്ടിക്കാരാണല്ലോ ഭരിക്കുന്നത്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? എന്ത് പ്രവൃത്തി പരിചയത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? കക്കുന്നതിനുള്ള പ്രവൃത്തി പരിചയോ? അത് കരുവന്നൂരിൽ ഞങ്ങൾ കണ്ടായിരുന്നു. സുരേഷ് ഗോപി പറയുന്ന വാക്കുകളൊന്നും ഇപ്പൊ കേരളത്തിൽ ആരും വിശ്വസിക്കാറില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിൽ ആരും വിശ്വസിക്കാറില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയാണോ സത്യം? ജനങ്ങളെ നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ശിവൻകുട്ടിയാണോ വിശ്വാസം? നിങ്ങൾക്ക് പിണറായി വിജയനാണോ വിശ്വാസം? നിങ്ങൾക്ക് VD സതീശനാണോ വിശ്വാസം? നിങ്ങൾക്ക് സുരേഷ് ഗോപിയാണോ വിശ്വാസം? അദ്ദേഹത്തെ കണ്ട് നിങ്ങളുടെ ഒരു കാര്യവുമായി ചെന്ന് ആ കാര്യം അദ്ദേഹം അറിഞ്ഞ് അത് നടത്തിത്തരാം, ചെയ്തു തരാം എന്നൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇത് തന്നെ ഇവർക്കൊക്കെ കൊടുത്തു നോക്കിയാൽ നടക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ആർക്കാണ് സുരേഷ് ഗോപി പറയുന്ന വാക്കിന് വിശ്വാസമില്ലാത്തത്? താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾ സത്യത്തിൽ ഈ ജനങ്ങൾക്ക് ആരോടാണ് കൂറ്, അല്ലെങ്കിൽ ആരെയാണ് വിശ്വസിക്കുന്നത്? ജനങ്ങൾ ഏത് അവസ്ഥയിലാണ്? എന്തെങ്കിലും താങ്കൾ അറിയുന്നുണ്ടോ? ഓരോന്ന് പറഞ്ഞിട്ട് അപ്പപ്പോ യൂട്ടേൺ അടിക്കുന്ന വ്യക്തികളായ നിങ്ങൾ പറയുന്നത് ജനങ്ങൾ പണ്ടേ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും മുഖവിലക്ക് എടുക്കാതായിരിക്കുന്നു. ക്യാപ്റ്റൻ വാ തുറക്കുന്നത് ഈ നോർത്തിലെ ഏതെങ്കിലും കന്യാസ്ത്രീകളെ അച്ഛന്മാരെ ആരെങ്കിലും പിടിച്ച് തല്ലിയാൽ മാത്രമാണ്. കാരണം സുവർണ അവസരത്തിന് വേണ്ടി മാത്രം വാ തുറക്കുന്നത് നിങ്ങളെയൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി മാത്രമാണ്. കള്ളവോട്ട് MP ആണ്. കള്ളവോട്ടിന്റെ മാത്രം ബലത്തിൽ MP ആയ ആളാണ്. എയിംസിന്റെ കാര്യത്തിലും അയാൾ മാറി മാറി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം കള്ളവോട്ടിൽ വന്ന MP ആണ്. മാറി മാറിയാണ് എയിംസിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. എന്താ എയിംസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്താ നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കാത്തത്? സെൻട്രലിൽ പണ്ടേ നിങ്ങൾക്ക് ആളെണ്ണം ഇല്ലാത്തത് കൊണ്ട് അവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവുന്നു. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇപ്പോ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയോടാണ് നിങ്ങൾ എയിംസ് അടക്കം ചോദിക്കുന്നത്. അതിന് യാതൊരു വിധത്തിലുള്ള ഉളുപ്പില്ല. പിന്നെ നിങ്ങൾ കള്ളവോട്ടിൽ MP ആയതാണ്, കള്ളവോട്ടിൽ MP ആയതാണ്, ഇങ്ങനെ ഒരു 10 വട്ടം 20 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകളൊക്കെ അത് വിശ്വസിക്കും. അങ്ങനെ ഒരു അജണ്ട ഉണ്ട് ഇവർക്ക്. നുണയാണെങ്കിലും അതിങ്ങനെ പറയും, സ്പ്രെഡ് ചെയ്യും. അതായത് പണ്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ, പരദൂഷണം പറഞ്ഞ് ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അങ്ങനെ സ്പ്രെഡ് ചെയ്യും. അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികത ഉണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ കേസ് കൊടുക്കണം മിസ്റ്റർ. എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരാൾ കേസുമായിട്ട് പോയപ്പോ 10,000 രൂപ പിഴയും കൊടുത്തിട്ട് തലക്കിട്ടൊരു അടിയും കൊടുത്തു കോടതി. അത് നിങ്ങൾക്കും കിട്ടുമെന്ന് ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാത്തത്? എന്നിട്ട് നിയമപരമായി തെളിയിക്കാത്തൊരു സംഗതിയെ കുറിച്ച് ഉളുപ്പില്ലാതെ ഇങ്ങനെ നുണ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങളെ പറ്റിച്ച് എത്ര നാൾ നിങ്ങൾ ജീവിക്കും? കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഈ അട്രോസിറ്റിയെ പറ്റിയൊക്കെ ചോദിച്ചപ്പോ നിങ്ങളുടെ പിണറായി വിജയൻ മന്ത്രി ഒന്നും മിണ്ടാതെ അങ്ങ് പോയല്ലോ. അവരുടെ വികസനത്തെ സംബന്ധിച്ചുള്ള ഒന്നും അറിയില്ല. ചുമ്മാ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന, എഴുതി കൊടുക്കുന്ന, വായിക്കുന്ന മാത്രമേ ഉള്ളൂ. ആ എഴുതി കൊടുക്കുന്നത് വിളിച്ചു പറയുന്ന ആരാന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഉത്തരവില്ല, സ്വന്തമായിട്ട് പറയാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ പോകുന്നത്. അന്നൊരു സ്കൂളിലൊരു കുട്ടി ഷോക്കടിച്ച് മരിച്ചതിനെ പറ്റി ചോദിച്ചപ്പോ ഓ എന്നാ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ മിണ്ടാനും ഇല്ല. 10 വാക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മുമ്പിൽ ആ പേപ്പർ വേണം. അങ്ങനെയുള്ള ഒരു നേതാവിനെ അരികത്ത് വെച്ച് അയാളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പറയാണ് സുരേഷ് ഗോപി എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന MP ആണ്. ഇത്ര ഒരു പച്ച നുണ. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും സുരേഷ് ഗോപിയുടെ ജനങ്ങളോടുള്ള ഇന്ററാക്ഷനിൽ, മീഡിയയോടുള്ള ഇന്ററാക്ഷനിൽ ഒരു പേപ്പർ കണ്ടിട്ടുണ്ടോ? ഒരു പ്രോംപ്റ്റ് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം 100% റിയൽ ആണ്. എങ്ങനെയാണോ സുരേഷ് ഗോപി എന്ന വ്യക്തി അങ്ങനെ തന്നെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. അദ്ദേഹം സിനിമയിൽ സംസാരിക്കുന്നത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ആക്ടർ ആയതുകൊണ്ട് പല പല കഥാപാത്രത്തിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ കോടീശ്വരനിൽ സംസാരിച്ച സുരേഷ് ഗോപി, അതേപോലെ തന്നെ ജനങ്ങളുടെ ഇപ്പൊ സംസാരിക്കുന്ന സുരേഷ് ഗോപി, എന്തിന് പാർലമെന്റിൽ സംസാരിക്കുന്ന സുരേഷ് ഗോപി വരെ ഒന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആ മനുഷ്യൻ ഒന്നും മറക്കേണ്ട ആവശ്യമില്ല, ഒരാളെ എഴുതി കൊടുക്കുന്നത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കഴിവുള്ള വ്യക്തിയാണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. എഴുതി കൊടുക്കുന്നത് പറയണ വ്യക്തിയാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ കിണറിലിറങ്ങിയ ഒരു കിണറേശില്ലേ നികേഷ്, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി.
ഒരു സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ടേ നല്ലപോലെ കടുക് വറുത്തം കൊടുത്തായിരുന്നു. എഴുതി കൊടുത്ത് വായിച്ചതാണോ? എഴുതി കൊടുത്തിട്ടാണോ സുരേഷ് ഗോപി അതൊക്കെ പറഞ്ഞതെന്ന് നികേഷ് കുമാറിനോടൊന്ന് ചോദിച്ചു നോക്ക്. കിട്ടി പോലിച്ച ആൾക്കാർക്ക് നല്ലപോലെ ബോധ്യം ഉണ്ടാവും അദ്ദേഹത്തിന് എത്രത്തോളം സംസാരിക്കാൻ കഴിവുണ്ടെന്ന്. നിങ്ങളുടെ കഴിവുകേടുകളെല്ലാം ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് അത് അങ്ങേറെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും പൊട്ടന്മാരൊന്നുമല്ല. ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആരെന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യുന്നു നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങള് നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് അടുത്ത ഇലക്ഷൻ വരുമ്പോ സഖാക്കന്മാർക്ക് മനസ്സിലാവും. പിന്നെ ശിവൻകുട്ടി മന്ത്രിക്ക് ഇതൊക്കെ പറയാൻ എന്താണ് അർഹത? ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഉണ്ടാക്കിയ നിയമസഭയിൽ മുണ്ടും മടക്കി കുട്ടി വൃത്തികേടുകൾ കാണിച്ചുള്ള സാധനങ്ങൾ മൊത്തം നശിപ്പിച്ച് പട്ടിഷോ കാണിച്ചിട്ട് അതിലുണ്ടായ കേസ് വരെ ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഉളുപ്പില്ലാതെ എടുത്ത് നടത്തണ വ്യക്തിയല്ലേ താങ്കൾ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കേസ് നടത്തണം മിസ്റ്റർ. ഇപ്പോഴും ജനങ്ങളെ കൊണ്ട് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരി ജീവിക്കുന്ന നിങ്ങൾക്ക് എന്തർഹതയുണ്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ? അപ്പോ എല്ലാം പറഞ്ഞതുപോലെ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ. നന്ദി, നമസ്കാരം.